നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. രാവിലെ എഴുന്നേറ്റ് ധൃതി പോകുന്നത് കണ്ടു. അനീഷയുടെ വീട്ടിലേക്കായിരിക്കും പോയിരിക്കുന്നത്. അവന്റെ ആ പോക്കത്ര ശരിയല്ല. അത് തടയണം. അതിനെ എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കണം. ഞാൻ പറയാഞ്ഞിട്ടാണോ അമ്മേ? അവനെ ഒന്ന് കേക്കണ്ടേ? അതൊന്നും പറഞ്ഞാ പോരാ, പറഞ്ഞ് സമ്മതിപ്പിക്കണം. ആ മനുഷ്യ ഇനി എന്റെ കുടുംബത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മേ, അതൊക്കെ ശരിയാ. അവൻ എല്ലാത്തിലും അവന്റെ തീരുമാനമുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ചോദ്യം ചെയ്യും. ആ പ്രതിഭയാണെങ്കിൽ നല്ലൊരു കുട്ടി. പണത്തിന് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. എല്ലാവരോടും സ്നേഹമായിട്ടും ബഹുമാനമായിട്ടും പെരുമാറാൻ ആ കുട്ടിക്കറിയാം. പക്ഷേ ഇവൻ വിവാഹത്തിന് തയ്യാറാവണ്ടേ? അനു എന്ത് പറഞ്ഞാലും സത്യം കേൾക്കേണ്ടതാ. പക്ഷേ ഈ കാര്യത്തിൽ അവള് പറഞ്ഞിട്ട് പോലും അവൻ അനുസരിക്കുന്നില്ല. എന്താ അവന്റെ മനസ്സിലുള്ളതെന്നൊന്നും അറിയണം. എന്നിട്ട് കുടുംബത്തിന് മാനക്കേടുണ്ടാവാതെ ഉടനെ ഒരു വിവാഹം നടത്തണം. ആ മനുഷ്യ എങ്ങാനും അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാ ഈ കുടുംബത്തിന്റെ മാനം പോവും. ആൾക്കാര് നമ്മളെ കളിയാക്കി ചിരിക്കും. അവനെ കളഞ്ഞിട്ടേ വേറൊരുത്തിന്റെ ഒപ്പം പോയതാ അവള്. എന്നിട്ടിപ്പൊ അവനും വേണ്ടതായിപ്പോ എന്റെ മകന്റെ തോളിൽ കയറാൻ നോക്കുക. നാശം പിടിച്ചവള്. അമ്മേ, ഈ ബോധം ഉണ്ടാവേണ്ടത് അവനല്ലേ? അവനിത് എന്ത് ഭാവിച്ചാണാവോ? ഇനിയിപ്പോ അമ്മ അവനോട് സംസാരിക്കും. ഞാൻ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. ആ, നീ ചായ കുടിക്ക്. സത്യന്റെ ഭാഗത്ത് തെറ്റൊന്നുണ്ടാവില്ലെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കവനോട് അങ്ങനെയല്ലേ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. വിനയന്റെ നേരെ കൈ ഉയർത്തേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല. അവസാനം അങ്ങനെ ചെയ്യേണ്ടി വന്നപ്പോൾ അവനത് തടയുകയും ചെയ്തു. ചില അവസരങ്ങളിൽ നമ്മൾ ബലഹീനരായി പോകുമ്പോൾ അതിന് കാരണക്കാരായവരോട് വെറുപ്പ് തോന്നിപ്പോ. സത്യൻ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടും ചീരുവിന്റെ കടം വീട്ടിയ വിവരം അവനോ ചീരുവോ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ ഇപ്പൊ എല്ലാം എന്നിൽ നിന്ന് ഒളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെയൊക്കെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയല്ലേ ഞാൻ ഈ വീട് തന്നെ വിൽക്കാൻ തയ്യാറായത്. അച്ഛനെ ഞങ്ങൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി മാത്രം. സത്യൻ ചീരുവിനെ സഹായിച്ച കാര്യം തൽക്കാലം അച്ഛനെ അറിയണ്ടെന്ന് സത്യം തന്നെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോ നിനക്കെല്ലാം അറിയാമായിരുന്നു? സത്യൻ ഇവിടെ താമസിച്ച ദിവസം അച്ഛ സത്യൻ ഇത് പറയുന്നത്. സത്യേട്ടൻ എന്റെ കടം വീട്ടിയ കാര്യം ഞാൻ പോലും അപ്പോഴാ അറിയുന്നേ അച്ഛാ. അതും സത്യേട്ടൻ സന്ദർഭവശാ പറഞ്ഞു പോയതാ. അതെങ്ങനെ? നിനക്ക് 3 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും അത് നീ ആരിൽ നിന്ന് വാങ്ങിയെന്നൊക്കെ അല്ല സത്യൻ എങ്ങനെ അറിയും? ആരാ ശരിയവര്? അത് ഓഫീസിലുള്ള പ്രതാപൻ സാറും പിന്നെ എന്നാ പിന്നെ സത്യേട്ടൻ പോയിക്കോ, ഞാൻ ഇവരോട് സംസാരിക്കട്ടെ. ഒരാഴ്ച കൊണ്ട് എന്തായാലും പണം തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനന്തമാഷ് ആ വീട് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഓർത്തെങ്കിലും കുറച്ച് സമയം കൂടി നിങ്ങൾ കൊടുക്കും. അവരിനി പണം ചോദിച്ച് ഇവിടേക്ക് വരില്ല. അതെന്താ? സത്യേട്ടൻ വീണ്ടും അവരെ കണ്ടോ? അവരെ ഇവിടെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് അപകടം മനസ്സിലായി. അതുകൊണ്ട് വഴിയിൽ കാത്തുനിന്ന് കാര്യം അന്വേഷിക്കുകയായിരുന്നു. ഇത് ക്യാഷ് ചെക്കാ. ഇപ്പൊ തന്നെ അവർക്ക് ബാങ്കിൽ പോയിട്ട് മാറാം. താങ്ക് യു അങ്കിൾ. ഇതാ സർ, ഇത് ചീര നിങ്ങൾക്ക് തരാനുള്ള പണമാ.
ഇനി ഇതിനു വേണ്ടി നിങ്ങൾ ആ വീട്ടിൽ അവളെ അന്വേഷിച്ച് പോകരുത്. സത്യൻ മറ്റാരും അറിയാതെ ചെയ്ത ഈ കാര്യം വിനയൻ എങ്ങനെ അറിഞ്ഞു? സത്യൻ എന്നെ കുറച്ചു മുമ്പേ വിളിച്ചിരുന്നച്ചാ. വിനയം വീട്ടിൽ ചെന്ന ഇന്ദ്രേട്ടനുമായി ഇതിന്റെ പേരിൽ വഴക്കിട്ടിരുന്നത്രേ. അപ്പൊ മനസ്സിലായത് വിനയൻ ചീരു വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ ബ്ലേഡുകാരെടുത്ത് പോയപ്പോ അയാള് പറഞ്ഞതാണെന്നാ. അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചീരുവിന്റെ പേരിലുള്ള 3 ലക്ഷത്തിന്റെ കടം വിനയും തിരിച്ചു കൊടുക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? വിനയേട്ടന്റെ പണമല്ല. അമ്മ അങ്കിൾ ഇവിടെ വരുമ്പോ ബ്ലേഡുകാര് വഴിയിൽ നിൽക്കുന്നത് അവര് കണ്ടിരുന്നു. എന്നോട് ആ കാര്യം ചോദിച്ചപ്പോ അവര് പണം ചോദിച്ചിവിടെ വന്നിരുന്നെന്ന് ഞാൻ പറയുകയും ചെയ്തു. ചിലപ്പോ അവർക്കത് മാനക്കേടായി തോന്നിയതുകൊണ്ട് പണം അങ്കിളും അമ്മയും കൊടുത്തതായിരിക്കാനും മതി. എന്തായാലും ഇതുവരെ ഉണ്ടായാലും വലിയ മാനക്കേടായി പോയത്. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരുത്തിന്റെ കയ്യില് ആയുധം വെച്ചു കൊടുത്തതുപോലെയായി. നമുക്ക് മാത്രമല്ല, നമ്മളെ സഹായിക്കാൻ മനസ്സ് കാട്ടി സത്യനും കേൾക്കാൻ പാടില്ലാത്ത ഒക്കെ കേൾക്കേണ്ടി വന്നില്ലേ? സത്യന് വിനയന്റെ സ്വഭാവം അറിയാച്ചാ. വിനയൻ എന്ത് കാണിച്ചാലും അവൻ അതിന് അത്ര വിലയെ കൊടുക്കുള്ളൂ. പക്ഷേ അച്ഛൻ പറഞ്ഞ വാക്കുകള് സത്യനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം. ഞാൻ ആ സമയത്ത് അവനെ തള്ളി പറയാൻ പാടില്ലായിരുന്നു. സാരമില്ല, സത്യനെ വിളിച്ച് ഞാൻ ക്ഷമ ചോദിച്ചോളാം. അവൻ എന്നെ മനസ്സിലാവും. അയ്യോ, അച്ഛൻ ക്ഷമയൊന്നും ചോദിക്കണ്ട. അതവന് കൂടുതൽ സങ്കടാവും. അച്ഛനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. വാടാ. അങ്കിൾ, ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നത്. എന്താ അങ്കിൾ? ആ കമ്പനിക്കാർക്ക് കൊടുക്കാനുള്ള കാശ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി രഘുവിന് എത്രയും വേഗം പുറത്തിറങ്ങാം. സത്യമാണോ അങ്കിൾ? അതെ. ഇനിയിപ്പോ കോടതി നടപടികളുടെ ഫോർമാലിറ്റീസ് മാത്രമേ ഉള്ളൂ. മിക്കവാറും നാളെ തന്നെ ഇറങ്ങാൻ പറ്റും. ഇതിനൊക്കെ ഞാൻ അങ്കിളിനോട് എങ്ങനെ നന്ദി പറയണ്ടേ? എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഈ നന്ദിയും കടപ്പാടും മരിച്ചാലും ഞാൻ മറക്കില്ല അങ്കിൾ. ഇക്കാര്യത്തിൽ നന്ദി ശരിക്കും നീ പറയേണ്ടത് എന്നോടല്ല, സച്ചിയോടാ. പുള്ളിയാണ് നിന്നെ ഇറക്കാനുള്ള പണം മുഴുവൻ തന്ന് സഹായിച്ചത്. സച്ചി സാറോ? അതെ, സച്ചി തന്നെ. അത് വേണ്ടായിരുന്നു അങ്കിൾ. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊന്നും അല്ല ശരി രഘു. ഗോകുൽ ആ കാര്യത്തിൽ നിരപരാധിയാണ്. അവൻ പെട്ടുപോയതാ. അതെങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഗോകുലിന്റെ സ്വഭാവം പണ്ട് മുതൽ അങ്കിളിന് അറിയാവുന്നതല്ലേ? അതെ, പക്ഷേ ഇപ്പൊ അവൻ ആ പഴയ ഗോകുലയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഗോകുൽ നിരപരാധിയാണെന്ന് എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോ അതിനെ സാധൂകരിക്കുന്ന എന്തൊക്കെയോ തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്ത ആരും ശിക്ഷിക്കപ്പെടാൻ പാടില്ല രഘു. അതുപോലെ തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടുകയും വേണം.